ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സരയുവും കിരണും കൂടിയിട്ട് ആ തട്ടുകടയിൽ നിന്നിട്ട് ചായ കുടിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, നിന്റെ ഈ മാറ്റം അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ ഈ മാറ്റത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചാൻ ഒരു മുറപ്പെണ്ണിനോട് കൊടുക്കേണ്ട സ്നേഹം മുഴുവനും നിനക്ക് ഞാൻ തന്നേനെ. രണ്ടാൾക്കിടയിൽ മൂന്നാമതൊരാൾ വരുന്നത് അത് സ്നേഹം കൊണ്ട് തന്നെയാണ്, സ്നേഹമാണ് അതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സരയ് പറയാണ്, ശരിയാണ് കിരണേ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയം തന്നെ കല്യാണി ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ കല്യാണിയുടെ ഫോണാണെന്ന് പറഞ്ഞ് വേഗം തന്നെ സന്തോഷത്തോടു കൂടി കിരണ ആ ഫോൺ എടുക്കുമ്പോൾ സരയുവിന് അത് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, എവിടെയാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സരയുനായിട്ട് പോകുന്നു നിന്നോട് പറഞ്ഞില്ലേ സൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കയറാനുള്ള ആ തട്ടുകടയിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് വായോ, നമുക്ക് എന്തായാലും ഒന്ന് പുറത്തു പോകണം, കല്ലുമോനെയും കൊണ്ട് പുറത്തു പോയിട്ട് കുറച്ചായില്ലേ എന്ന് പറയുന്നുണ്ട്. ആ ശരി ഞാൻ വരാമെന്നും പറയാണ്. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ സരയുവിനോട് കിരൺ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ സരയുവിന്. അപ്പൊ നീ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ, വേണമെങ്കിൽ വന്നോ എന്ന് പറയുകയാണ്, നമുക്ക് ഒന്നിച്ച് പോകാം, മോളെയും കൂട്ടിക്കോ, കൺമണി മോളെയും കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങൾ പോയിട്ട് എന്തായാലും നമ്മളിപ്പോൾ പോയില്ലേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പോലീസ് ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഓഡിറ്റോറിയത്തിന്റെ മാനേജറെ കാണുകയും അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് CCTV വേറെ ഇല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയല്ലേ കാർത്തിക അതുപോലെ തന്നെ ദിലീപിന്റെ വിവാഹം നടന്നത് ഇവിടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്യാമറയ്ക്ക് ഒന്ന് സജ്ജമാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അകത്തേക്ക് കയറിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാനേജറോട് പറയാണ്, അതെ ഉടനെ തന്നെ എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് വേണം, അതും ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും വേണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ശരി സാറെ കൊണ്ടുവരാമെന്ന് പറയണം. എന്നായിരുന്നു കല്യാണം എന്ന് ചോദിക്കുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ അത് രജിസ്റ്ററിൽ നോക്കണമെന്ന് പറയുകയാണ്. ആ നോക്കിയിട്ട് എത്രയും വേഗം അറിയിക്കണമെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഓക്കെ ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരി വീണ്ടും കിരണിന്റെ മനസ്സിലോട്ട് അങ്ങനെ തള്ളിക്കയറി നിൽക്കുകയാണ്. അപ്പോഴാണ് ക്യാൻറ്റീനിൽ നിന്നും, അതായത് ഓഫീസിലെ കമ്പനിയിലെ ക്യാൻറ്റീനിൽ നിന്നും ഒരു കപ്പ് ചായയുമായിട്ട് കിരണിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. കിരണിനോട് പറയുന്നുണ്ട്, കിരൺ ചായ എന്ന് പറയുമ്പോൾ നീ എന്തിനാ ചായ കൊണ്ടുവന്നത്, അവിടെ വേറെ ആൾക്കാരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സാരില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ ചായയാണ് എന്ന് പറഞ്ഞിട്ട്, നീല ഇടയ്ക്കിടയ്ക്ക് പറയാറ് എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല, നീ ഒന്ന് കുടിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ചായ കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ കിരൺ അത് വാങ്ങിയിട്ട് കുടിച്ചു നോക്കിയിട്ട്, മസാല ചായ ആണല്ലോ കല്യാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴും അവൻ കല്യാണിക്ക് കൊടുത്തു ആ ക്രെഡിറ്റ് എന്ന് മനസ്സിൽ അങ്ങനെ സരയും വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, എന്തായാലും കല്യാണി ഉണ്ടാക്കിയ ചായയാണെന്ന് സമ്മതിച്ച്, അതുപോലത്തെ ചായയാണെന്ന് സമ്മതിച്ച് തന്നല്ലോ, അപ്പം എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമെന്ന് മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ നീ ഇപ്പോൾ എല്ലാവരുടെയും അഭിരുചിക്ക് അനുസരിച്ച് തന്നെയാണ് നീ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് എന്നെയായിരിക്കും ഞാൻ ഇനി പെരുമാറാൻ പോകുന്നത് എന്ന് സരയും മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പോലീസ് കല്യാണിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കിരൺ ഉണ്ടായിരുന്നില്ല, കല്യാണി മാത്രമേ ഉള്ളൂ. പോലീസിനെ ജനൽ വഴി കാണുമ്പോൾ വേഗം തന്നെ അവൾ വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ വീട്ടുകാരിയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് കല്യാണി. അപ്പോൾ കല്യാണിയിലെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ CI. അപ്പോൾ അതെ അപ്പോൾ അപ്പോൾ അകത്തേക്ക് വായോ സാറേ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നതാണ് എന്ന് ചോദിക്കുകയാണ്, പറയുകയാണ്. അപ്പോൾ ശരി സാർ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കണ നേരം തന്നെ കിരൺ അവിടേക്ക് എത്തുന്നുണ്ട്. കിരൺ പോലീസ് വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ഭയത്തോടു കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ CI സാർ പറയുകയാണ്, CI സാറിനെ കാണുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇത് ഒരു അന്വേഷണമായി സാർ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് പറയുമ്പോൾ വേഗം അവർ രണ്ടുപേരും ഷെയ്ക്കാൻഡ് കൊടുക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ കിരണും അവർ രണ്ടുപേരും ഷെയ്ക്കാൻഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ കിരൺ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏറ്റവും വലിയൊരു ക്രിമിനൽ എന്ന് പറയുന്നത് ഈ ചെന്നൈയിലായാലും അതുപോലെ കേരളത്തിലായാലും പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ഒരുത്തൻ, അവനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവൻ്റെ വുഡ് ബി ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നു. ആ സ്റ്റെഫി എന്ന് പറയുന്നവളില്ലേ, അവള് സബ് ജയിലിലാണ്, ഇപ്പോൾ ഒരു പരോളിൽ അവൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയം അവളെ കാമുകനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടാണ് പരാതി. ആര് പരാതി തന്നാലും നമുക്ക് കണ്ടെത്തലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാർത്തികയുടെ വിവാഹത്തിൻ്റെ അന്ന് ഓഡിറ്റോറിയത്തിലേക്ക്
അവൻ എത്തിയിരുന്നോ ഈ ഗംഗാപ്രസാദ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എത്തിയില്ല എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കിരണോടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ കിരൺ പറയണ അറിയില്ല സാറേ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ഉറപ്പാണോ എന്ന് ചോദിക്കണം. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അല്ല പക്ഷേ അവിടെ ആ കല്യാണത്തിൻ്റെ അന്ന് അവിടെ നമ്മുടെ ഗംഗപ്രസാദ് എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് എന്നിങ്ങനെ പോകാൻ നേരം പോലീസ് പറയുന്നുണ്ട്. CI പറയാണ്. അത് കേട്ട് എന്തായാലും നമ്മുടെ കല്യാണി ഒന്ന് ഞെട്ടുന്നുണ്ട്. കല്യാണി അവരോടായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ CI അതെ എന്തായാലും നിങ്ങളെ വലിയ വലിയ ആൾക്കാരല്ലേ, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു വരത്തില്ല പോലീസ് സ്റ്റേഷനിൽ, ഞാൻ ഇതുപോലെ ഇവിടേക്ക് ഇടയ്ക്ക് വന്നോളാം എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പോകാൻ നേരം CI കിരണിനെ നല്ല രീതിയിൽ കണ്ണ് തുറപ്പിച്ച് കാണിച്ചിട്ടാണ് പോകുന്നതും. അങ്ങനെ അതൊക്കെ കല്യാണി ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പോലീസ് പോയതിന് ശേഷം കല്യാണി ചോദിക്കുകയാണ് എന്താ CI സാർ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ കിരണേട്ടൻ എന്തോ സംശയമുള്ള പോലെയാണല്ലോ CI സാർ സംസാരിച്ചെന്ന് പറയുമ്പോൾ അയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിരുന്നിട്ട് എനിക്കെന്താ എന്ന് പറഞ്ഞു. ഞാൻ ആണോ പ്രതി എന്നിങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കടന്ന് പോവുകയാണ് നമ്മുടെ കിരൺ. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വളരെ ടെൻഷൻ അടിച്ചിട്ട് പുറകെയായിട്ട് കല്യാണിയും ചെല്ലുകയാണ്. കിരണേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ പറയും, എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, എന്താ ഗംഗപ്രസാദിന് എന്താ പറ്റിയത്, ആ കല്യാണത്തിന്റെ ആ മുഹൂർത്ത സമയത്തൊന്നും കിരണേട്ടനെ അവിടെ കണ്ടില്ല, ഞാൻ എത്ര പേരോട് ചോദിച്ചു, അപ്പൊ കിരണേട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതിന്റെ കാരണങ്ങളൊക്കെ, പിന്നെ നീ എന്താ ഈ CID സാറിനെ പോലെ തന്നെ നീ എന്നെ സംശയിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ഇല്ല സംശയിക്കുന്നൊന്നുമില്ല, എന്തായാലും കിരണേട്ടൻ എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, മറച്ചു വെച്ചിട്ടുമില്ല. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതിൻ്റെ പുറകിൽ വേറെ ഒന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട്. കിരൺ വീണ്ടും ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. വീണ്ടും കല്യാണി അത് വിടാനൊന്നും തയ്യാറായിട്ടില്ല. കല്യാണി എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെ പോകും. അങ്ങനെ പുറകെ പോയതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ ശാന്തേച്ചി പറഞ്ഞ ഒരു കാര്യം മനസ്സിലേക്ക് വരികയാണ്. അവിടെ ആ പിന്നാമ്പുറത്തൊരു പുതിയൊരു തൈ വെച്ച കാര്യം, അതുപോലെ തന്നെ അത് വേലുവാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആ സമയത്തും കിരണിന്റെ മുഖത്ത് ചെറിയൊരു ഭാവവ്യത്യാസം അതൊക്കെ തന്നെ നമ്മുടെ കല്യാണി മനസ്സിൽ ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ പിന്നാമ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ തെങ്ങും തൈ കാണുകയാണ്. അങ്ങനെ ആ തെങ്ങും തൈ കാണുമ്പോൾ തെങ്ങും തൈ അത് അവിടെ ഇങ്ങനെ ചുറ്റിലിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സംശയം വരികയാണ്. അതിനുശേഷമാണെങ്കിൽ കിരണിനോട് വീണ്ടും ഈ കല്യാണി ചോദിക്കുന്നുണ്ട്, അല്ല ആ തെങ്ങും തൈ അവിടെ വെച്ചത് വേലു ആണെന്നല്ലേ പറഞ്ഞത് കിരണേട്ട, അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട്. എന്താ അപ്പോൾ അപ്പോഴും കിരണിന്റെ ഇവൾ ഈ ഒരു പെട്ടെന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കിരൺ ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ പറയുന്നുണ്ട് എന്ത് കല്യാണി അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാൻ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ആ തെങ്ങിൻ തൈയുടെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞെട്ടിപ്പോകുന്ന കിരണയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇല്ല നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ സമയത്തും കിരൺ അവിടെ കള്ളം പറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും കല്യാൺ ഇതിന്റെ പുറകിലുള്ള സത്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തും. എത്ര കിരൺ മറച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ അതൊക്കെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇത്രയും ദിവസം തന്നിൽ നിന്ന് അത് മറച്ചു പിടിച്ചതിനും തന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും ഒരു കാര്യവും പരസ്പരം അവർ മറച്ചു വെക്കാത്ത അവർ ഈ ഒരു കാര്യം മറച്ചു വെച്ചതിന് നമ്മുടെ കല്യാണിക്ക് കിരണിനോട് ചെറിയൊരു നീരസം, അവർക്കിടയിൽ ചെറിയ കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആ ഒരു ഗ്യാപ്പ് നോക്കി നമ്മുടെ സരയു കിരണിന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറുകയാണ്. കല്യാണിയിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹം ഒരു പക്ഷേ നമ്മുടെ സരയു കൊടുക്കുകയും സരയു അവനെ പരിഗണിക്കുകയും അങ്ങനെയുള്ള അവന് വേണ്ട ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ അവൾ പെരുമാറുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കിരണിന് അവളോട് ഒരു സ്നേഹം തോന്നാനും അതുപോലെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സരയു കല്യാണിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനും എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിലൂടെയൊക്കെ അങ്ങനെ പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.